അബ്ദുള്ളക്കുട്ടിയെ ബി.ജെ.പി. ഓടിച്ചു വിട്ടു. ബി.ജെ.പി. ദേശീയ തലത്തിൽ സംഘടനയെ പുനഃസംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ പുനഃസംഘടനയിൽ കെ സുരേന്ദ്രൻ വലിയ ഒരു പദവിയിലേക്ക് ഉയർന്നിരിക്കുകയാണ്. കെ സുരേന്ദ്രന് ദേശീയ സെക്രട്ടറി എന്ന പദവിയാണ് ബി.ജെ.പി. നൽകിയിരിക്കുന്നത്. അനിൽ ആന്റണി ദേശീയ സെക്രട്ടറിയായി തുടരും. മറ്റൊന്ന് സ്മൃതി ഇറാനിയാണ് ദേശീയ ജനറൽ സെക്രട്ടറി. പീയൂഷ് ഗോയലാണ് ദേശീയ ട്രഷറർ. വി.എൽ. സന്തോഷ് സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയായി മാറി. അങ്ങനെ 13 വൈസ് പ്രസിഡന്റുമാരും 8 ജനറൽ സെക്രട്ടറിമാരുടെയും പട്ടികയാണ് ഇന്നിപ്പോൾ ബി.ജെ.പി. പുറത്തിറക്കിയിരിക്കുന്നത്. ഇവിടെ എടുത്തു പറയത്തക്ക ഒരു കാര്യം, നേരത്തെ നമ്മുടെ അബ്ദുള്ളക്കുട്ടി ഉണ്ടല്ലോ, നേരത്തെ CPM-ന്റെ നേതാവായിരുന്നു. അദ്ദേഹം MLA ആയിരുന്നു. CPM-ൽ നിന്ന് കിട്ടാവുന്നതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ അബ്ദുള്ളക്കുട്ടിക്ക് മനംമാറ്റമായി. അങ്ങനെ അബ്ദുള്ളക്കുട്ടി എവിടേക്ക് പോയി? കോൺഗ്രസിലേക്ക് പോയി. അവിടെ കിട്ടാനുള്ളതെല്ലാം കിട്ടി. അവിടെയും വന്ന് MLA ആയി. പിന്നീട് കോൺഗ്രസിൽ നിന്ന് ഇനിയൊന്നും കിട്ടാനില്ല എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി അബ്ദുള്ളക്കുട്ടി വീണ്ടും മറുകണ്ഠം ചാടി ബി.ജെ.പിയിലേക്ക് പോയി. ബി.ജെ.പിയിലേക്ക് പോയപ്പോൾ ബി.ജെ.പിക്ക് ഒരു മുസ്ലിം നാമധാരിയെ ലഭിച്ചു. ആ അർത്ഥത്തിൽ ബി.ജെ.പി. അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രവർത്തന പാരമ്പര്യം നോക്കി അദ്ദേഹത്തിൻ്റെ ചരിത്രം തികഞ്ഞു. അങ്ങനെ ചികഞ്ഞപ്പോൾ അദ്ദേഹത്തിന് CPM-ൽ വലിയ സ്ഥാനമുണ്ടായിരുന്നു. കോൺഗ്രസിൽ അദ്ദേഹം ജനനേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. CPM-ന്റെ ദീർഘകാല നേതാവായിരുന്നു കണ്ണൂരിലെങ്കിലും. പിന്നീട് കോൺഗ്രസിലേക്ക് വന്നു. അവിടെയും അദ്ദേഹത്തിന് പാർലമെന്ററി ജനാധിപത്യത്തിൽ തിളങ്ങാനായി, CPM-ൽ തിളങ്ങാനായി. അങ്ങനെ ബി.ജെ.പി. നോക്കിയപ്പോൾ എല്ലാം കൊണ്ടും വലിയ കുഴപ്പമില്ലാത്ത ഒരാളെന്ന നിലയിൽ ഒരു മുസ്ലിം നാമധാരിയെ ദേശീയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി അബ്ദുള്ളക്കുട്ടി എന്ത് ചെയ്തു? AP അബ്ദുള്ളക്കുട്ടിയെ ബി.ജെ.പിയുടെ ദേശീയ വൈസ് പ്രസിഡന്റാക്കി ഉയർത്തി. ചില്ലറ പോസ്റ്റല്ല, വലിയ പോസ്റ്റാണ് ബി.ജെ.പി. സംബന്ധിച്ച്. അങ്ങനെ AP അബ്ദുള്ളക്കുട്ടി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ബി.ജെ.പിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു പ്രവർത്തനവും അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. AP അബ്ദുള്ളക്കുട്ടിക്ക് ബി.ജെ.പിയിൽ കാര്യമായ സ്ഥാനമുണ്ടായിരുന്നില്ല. ഇങ്ങനൊരു പദവി ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ബി.ജെ.പി. അംഗങ്ങൾക്കിടയിലേക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞില്ല. താഴേക്കിടയിലെ അംഗങ്ങൾക്കിടയിൽ AP അബ്ദുള്ളക്കുട്ടിക്ക് ഒരു ജനകീയ അടിത്തറ ഉണ്ടാക്കിയെടുക്കാനായില്ല. ബി.ജെ.പിയെ വളർത്തുന്നതിൽ എന്തെങ്കിലും സംഭാവന നൽകാൻ AP അബ്ദുള്ളക്കുട്ടിക്ക് കഴിഞ്ഞില്ല. അങ്ങനെ AP അബ്ദുള്ളക്കുട്ടി ബി.ജെ.പിയിൽ വലിയ ഒരു പരാജയമായി മാറി. ബി.ജെ.പിയെ സംബന്ധിച്ച് ഒരു മുസ്ലിം നാമധാരിയെ ദേശീയ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു എന്നതിലപ്പുറത്തേക്ക് അവരെ സംബന്ധിച്ച് യാതൊരു തരത്തിലെ പ്രയോജനവും അബ്ദുള്ളക്കുട്ടിയെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അബ്ദുള്ളക്കുട്ടിക്കും ബി.ജെ.പിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ അദ്ദേഹത്തിനും കഴിഞ്ഞില്ല. അങ്ങനെ അബ്ദുള്ളക്കുട്ടി അവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്ത് ചെയ്യാനാണ്? അവിടെ ചെയ്യാനൊന്നുമില്ല. അഥവാ തനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ തന്നെ ബി.ജെ.പി. പ്രവർത്തകർക്കിടയിലേക്ക് അദ്ദേഹത്തിന് വലിയ സ്വാധീനവുമില്ല. കേരളത്തിലാകട്ടെ അബ്ദുള്ളക്കുട്ടിയെ കൃത്യമായി തന്നെ ബി.ജെ.പിക്ക് അറിയാം. കാരണം ഈ മറുകണ്ഠം ചാടി വരുന്ന ആളാണ്. എങ്ങനെ വിശ്വസിക്കും? കാരണം ഇയാള് നാളെ ബി.ജെ.പിയിൽ നിന്ന് ചാടിപ്പോകുന്ന ആളാണ്. കാരണം ഇത്രയും ചാടാമെങ്കിൽ വീണ്ടും ബി.ജെ.പിയിൽ നിന്ന് ചാടാം. അതുകൊണ്ട് തന്നെ AP അബ്ദുള്ളക്കുട്ടിയെ കേരളത്തിലെ ബി.ജെ.പിക്കാർക്ക് കൃത്യമായിട്ട് അറിയാം. ഏതെങ്കിലും ബി.ജെ.പിയുടെ വലിയ പരിപാടിയിൽ AP അബ്ദുള്ളക്കുട്ടി പ്രസംഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ അപൂർവമായിട്ടായിരിക്കും. അങ്ങനെ പരിപാടികളൊന്നും AP അബ്ദുള്ളക്കുട്ടിയെ അങ്ങനെ ക്ഷണിക്കാറോ AP അബ്ദുള്ളക്കുട്ടി വന്ന് കേരളത്തിൽ വന്ന് വലിയ പ്രസംഗം നടത്തി തള്ളിമറിക്കാറൊന്നുമില്ല. അങ്ങനെ അവസരം കൊടുക്കാറുമില്ല. പക്ഷെ ഇപ്പോൾ അബ്ദുള്ളക്കുട്ടിക്ക് കനത്ത അടിയാണ് ലഭിച്ചിരിക്കുന്നത്. ദേശീയ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ആ സ്ഥാനത്ത് നിന്ന് അബ്ദുള്ളക്കുട്ടിയെ മാറ്റിയിരിക്കുകയാണ്. പച്ചയ്ക്ക് പറഞ്ഞാൽ ബി.ജെ.പി. AP അബ്ദുള്ളക്കുട്ടിയെ പച്ചയ്ക്ക് തേച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ തേച്ചൊട്ടിച്ചിരിക്കുകയാണ് അബ്ദുള്ളക്കുട്ടിയെ ബി.ജെ.പി. ദേശീയ നേതൃത്വം. ഇനി അബ്ദുള്ളക്കുട്ടി എന്ത് ചെയ്യും? അബ്ദുള്ളക്കുട്ടിയുടെ രാഷ്ട്രീയ ഭാവി എന്താണ്? ബി.ജെ.പിയിൽ അദ്ദേഹം ഏത് പൊസിഷനിലാണ് ഇനി വരാൻ പോകുന്നത്? ബി.ജെ.പിയിലെ ഏത് തലത്തിലാണ് അദ്ദേഹത്തിന് ഇനി സ്ഥാനം ലഭിക്കുക? ഉള്ള സ്ഥാനം പോയി, ഇനി അടുത്ത സ്ഥാനം എന്താണ്? അദ്ദേഹത്തിന് ഏതെങ്കിലും സ്ഥാനം കൊടുക്കുമോ? സംസ്ഥാന തലത്തിലെങ്കിലും ഏതെങ്കിലും സ്ഥാനം കൊടുക്കുമോ? ഇപ്പോൾ ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനമാണ് അദ്ദേഹം നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹത്തിന് അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. ഇനി അബ്ദുള്ളക്കുട്ടിയുടെ രാഷ്ട്രീയ ഭാവി എന്താകും എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇനി അദ്ദേഹം ബി.ജെ.പിയിൽ തന്നെ തുടരുമോ, അതോ നേരത്തെ ചെയ്തതുപോലെ CPM-ൽ നിന്ന് കോൺഗ്രസിലേക്ക്, കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലേക്ക്, ഇനി ബി.ജെ.പിയിൽ നിന്ന് അടുത്ത ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് ചാടുമോ? ഇനി അബ്ദുള്ളക്കുട്ടിയുടെ മുന്നിലുള്ള 2 മാർഗങ്ങളെ ഉള്ളൂ. ഒന്ന്, അടങ്ങി ഒതുങ്ങി ബി.ജെ.പിക്കാരനായി സ്വസ്ഥമായിട്ട് എവിടെങ്കിലും അടങ്ങിയിരിക്കുക. അതല്ല എങ്കിൽ
നേരത്തെ ചാടിയതുപോലെ BJP ഇന്ന് ചാടിപ്പോവുക. അബ്ദുള്ളക്കുട്ടിയെ സ്വീകരിക്കാൻ സാധ്യതയുള്ള ഒരു അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം വെച്ച് നോക്കുമ്പോൾ ചാടിപ്പോകാനേ സാധ്യതയുള്ളൂ. ഏതെങ്കിലും ഇനി എവിടെങ്കിലും സീറ്റ് കിട്ടുമോ എന്ന് നോക്കി ഏതെങ്കിലും ചെറിയ പാർട്ടിയിൽ ചാടിപ്പോവുക, അല്ലെങ്കിൽ ഏതെങ്കിലും പഴയതിലേക്ക് തിരിച്ചു പോവുക, കോൺഗ്രസിലേക്ക് തിരിച്ചു പോവുക. CPM എന്തായാലും എടുക്കില്ല. കോൺഗ്രസിലേക്ക് വന്നാൽ അവിടെ തന്നെ ഇപ്പൊ തന്നെ അവിടെ നേതാക്കന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അവിടെ വീണ്ടും അബ്ദുള്ളക്കുട്ടി വന്നാൽ അവിടെ ഓടിക്കും. അപ്പൊ അങ്ങനെ ചുരുക്കത്തിൽ അബ്ദുള്ളക്കുട്ടി ഓൺ എയർ ആയിരിക്കുകയാണ്. ഭൂമിയിൽ നിൽക്കാൻ പറ്റുന്നില്ല, ആകാശത്ത് നിൽക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇടയ്ക്കാണ് അബ്ദുള്ളക്കുട്ടി ഇങ്ങനെ ഓൺ എയർ ആയി നിൽക്കുന്നത്. BJPയിൽ എന്തായാലും ഈ ഒരു വലിയ പൊസിഷനിൽ നിന്ന് അബ്ദുള്ളക്കുട്ടിയെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. BJPക്കാർക്ക് ഈ എടുക്കച്ചിറക്കിനെ വേണ്ട. ഇനി അബ്ദുള്ളക്കുട്ടിയുടെ രാഷ്ട്രീയ ഭാവി എന്താകും എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം. അബ്ദുള്ളക്കുട്ടി എന്ത് ചെയ്യും? BJPയിൽ തന്നെ അടങ്ങി ഒതുങ്ങി നിൽക്കുമോ അതോ ചാടിപ്പോകുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.